ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യ റൂമിലേക്ക് വരുമ്പോൾ അഭി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. ഈ വികൃതി ഇന്നലെ രാത്രി തന്നെ ഒരുപോലെ കണ്ണടപ്പിച്ചിട്ടില്ല. നമുക്ക് അച്ഛൻ്റെ ദേഹത്ത് കിടക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്ന് അഭിയുടെ നെഞ്ചിലേക്ക് കയറ്റി കിടക്കുക. കിടത്തിയിട്ട് പിടിക്കാൻ പറഞ്ഞ് കൈവൺ വെച്ച് കൊടുത്തിട്ട് നിൽക്കുന്നു. അപ്പോഴും അഭി ഭയങ്കര ഉറക്കം. എന്നിട്ടും അവൻ എഴുന്നേക്കാത്തത് കണ്ടോ എന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോയിട്ടോ. കുഞ്ഞാണേ ഭയങ്കര കരച്ചിലാണേ. എന്നിട്ട് ഇങ്ങനെ അവിടെ കിടന്ന് കുഞ്ഞ് ഭയങ്കര കരച്ചിൽ കരയുമ്പോൾ നവ്യ അവിടെ നിന്ന് ഇങ്ങനെ മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അഭി പതുക്കെ കണ്ണ് തുറക്കുന്നതും കൊച്ചു ദേഹത്ത് കിടക്കുന്നത് കണ്ടതും. അത് കണ്ടപ്പോൾ അഭിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അഭി വേഗം തന്നെ കൊച്ചിനെ അങ്ങ് എടുത്തിട്ട് എഴുന്നേറ്റ് നവ്യയെ നോക്കുക. എന്താ ഇതെന്ന് ചോദിച്ചു. എന്ത്? അല്ല, എൻ്റെ ദേഹത്ത് എന്തിനാ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയതെന്ന് നവ്യയോട് ചോദിക്കുമ്പം നവ്യ ഇങ്ങനെ നോക്കുക. കുഞ്ഞ് വീണ്ടും എൻ്റെ ശരീരം നനച്ചു എന്ന് അഭി പറഞ്ഞു. ഓ, നോക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ വന്ന് കുഞ്ഞിനെ എടുത്തു. എന്താ നവ്യ ഇത് എന്നും ചോദിച്ച് അഭി ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ നീ കുഞ്ഞിനെ എടുക്കുന്നില്ല, കൊഞ്ചിക്കുന്നില്ല, അതിൻ്റെ പ്രതിഷേധം തന്നെയാണ് ഇത്. അല്ലെങ്കിൽ നിന്റെ ദേഹത്ത് മാത്രം കിടക്കുമ്പം മാത്രം എന്താ കുട്ടി ഇങ്ങനെ മൂത്രം ഒഴിക്കുന്നത് ചോദിച്ചു. നല്ലൊരു ഉറക്കം കളഞ്ഞു എന്ന് അഭി. എനിക്ക് ഉറക്കമില്ല, കുഞ്ഞ് രാത്രിയായി കഴിഞ്ഞാൽ ഒരേ കരച്ചിലാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നീ എൻ്റെ ഉറക്കം കളയുമല്ലേ എന്ന് ചോദിച്ചു അഭി. നീ മാത്രം അങ്ങനെ ഉറങ്ങണ്ടാന്ന് നവ്യ. വല്ലാത്തൊരു സ്വാർത്ഥത തന്നെയാണ് കേട്ടോ നിൻ്റെ. അതിനേക്കാളും സ്വാർത്ഥതയെ നിനക്കാണെന്ന് നവ്യ പറയണം. കുഞ്ഞിനോട് ഇടയ്ക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ, ഇപ്പോൾ കുഞ്ഞിനെ പറ്റി ഒരു അന്വേഷണവും ഇല്ലല്ലോ എന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ ഓരോന്ന് ചോദ്യം ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ടല്ലേ നവ്യയെ? നിനക്കറിയാവുന്നതാണല്ലോ, എൻ്റെ ബ്രാഞ്ചിൽ പോലും എന്നെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൻ്റെയൊക്കെ അമർഷം എനിക്കുണ്ടെന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു. അതിനേക്കാളും താളം തെറ്റലുണ്ട് ആദർശേട്ടൻ്റെയും നയനയുടെയും ജീവിതത്തിൽ. പക്ഷെ അവരതൊന്നും പുറമേ കാണിക്കുന്നില്ല. അവരതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നത്. നമുക്കിപ്പോൾ ഇതുപോലൊരു പൊടി കുഞ്ഞിനെ കിട്ടിയില്ലേ, അപ്പോൾ നമ്മൾ അവരെക്കാളും സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് നവ്യ ചോദിക്കുമ്പോൾ അതെ എനിക്ക് രാവിലെ ഉറക്കം പോയാലുണ്ടല്ലോ അന്നത്തെ ദിവസം പിന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു അഭി. എന്നാൽ പിന്നെ നീ ഇന്ന് ബ്രാഞ്ചിൽ പോവണ്ട, അവിടെ ചെന്നിട്ടും വലിയ മലമറിക്കുന്ന ജോലിയൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇന്ന് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് നവ്യ പറയുമ്പം അയ്യോ അതൊന്നും പറ്റത്തില്ല, പിന്നെ ഞാൻ ബ്രാഞ്ചിൽ പോകുന്നില്ലെന്നും പറഞ്ഞായിരിക്കും എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നതെന്നും പറഞ്ഞ് അഭി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അഭിയുടെ ഈ ഒരു സ്വഭാവമാറ്റമൊക്കെ നവ്യ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. നവ്യാണെന്നുണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ തന്നെ അനി ഇറങ്ങി വരുമ്പോഴത്തേക്കും ദേവി അനി അവിടെ ഉമ്മറത്തിരിപ്പുണ്ട്. എടാ അനി, ആ വല്യമ്മേ നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ ഗുഡ് മോർണിംഗ് വല്യമ്മേ. അല്ല അനി, നീ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിലാണല്ലോ പോകുന്നത്, എന്നിട്ടും ഗുഡ് മോർണിംഗ് പറയുന്നോ? അല്ല, നീ എങ്ങോട്ട് ഈ രാവിലെ തന്നെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഗ്രൗണ്ടിൽ നന്ദ് കാണുമോ എന്ന് ചോദിച്ചു ദേവയാനി. അവളെ കാണാനായിട്ടാണോ നീ പോകുന്നത്? അയ്യോ അല്ല വല്യമ്മേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടക്കാനൊക്കെ പോകാറുള്ളതാണല്ലോ. നന്ദ് പോലീസ് ക്യാമ്പിലായിരുന്ന സമയത്തേ നീ നടക്കാനൊന്നും പോകുന്നില്ലായിരുന്നല്ലോ, അതെന്താ അന്ന് പോകാതിരുന്നതെന്ന് ചോദിച്ചു. അന്നേരം നന്ദ് തിരിച്ചു വന്നതിന് ശേഷമാണല്ലോ നീ വീണ്ടും ഈ നടപ്പൊക്കെ തുടങ്ങിയത്. എന്താ കാര്യം? അപ്പം അനി ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കാം. അപ്പോൾ മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ നിൻ്റെ ഏട്ടത്തി രാത്രി പകലാക്കുകയായിരുന്നു എന്നും പാവം ഓണത്തിന് സെയിൽ കൂട്ടാനുള്ള തീവ്ര ശ്രമത്തിലാണ് അവൾ. അതെന്തായാലും വിജയിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഓണത്തിന് വിഷുവിനേക്കാളും സെയിൽസ് നടക്കുമെന്ന് ഉറപ്പാണ്. നിന്നെയാണെങ്കിൽ 3 ബ്രാഞ്ചാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതും തിരക്കുള്ള സ്ഥലത്ത് തന്നെ. ആ സമയത്ത് നിൻ്റെ പിള്ളേര് കളി ഇവിടെ പറ്റത്തില്ല. നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ച് ദേവയാനി ഉപദേശിക്കുവാണ്. ഓണത്തിന് നിൻ്റെ ബ്രാഞ്ചുകളൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയെന്ന് കേൾക്കുന്നത് ഞങ്ങളുടെ സന്തോഷം, പ്രത്യേകിച്ച് ആദർശിൻ്റെയും നിൻ്റെ മുത്തശ്ശൻ്റെയും ഒക്കെ. അത് കേട്ടപ്പം ഞാനെല്ലാം നന്നായി തന്നെ നോക്കുന്നുണ്ട് വല്യമ്മേ. നീ എവിടെ നോക്കുന്നുണ്ടെന്ന് ഈ പറയുന്നേ? 3 ബ്രാഞ്ച് പോയിട്ട് ഒരു ബ്രാഞ്ചിൽ കൂടി നീ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അവിടെ ആദർശേട്ടനെ പോലെ തന്നെ കഴിവും പ്രാപ്തിയുള്ള മാനേജർമാരാണ് ഉള്ളത്. അത് ശരി, എങ്കിൽ പിന്നെ നിന്നെ അവിടെ പിടിച്ചിരുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെയാണെങ്കിലോ ഒരു കള്ളനുണ്ട്. അവനാണെങ്കിൽ ഈ 3 ബ്രാഞ്ച് കൊടുത്തിരുന്നെങ്കിലേ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയേനെന്ന് ദേവയാനി പറയുമ്പം എന്നാൽ പിന്നെ ആ ബ്രാഞ്ചുകളെ എപ്പോൾ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞു അനി. അതുകൊണ്ടാണല്ലോ അവൻ ഒരു ബ്രാഞ്ചിൽ പോലും മര്യാദയ്ക്ക് ഇരുത്താത്തത്. അവൻ്റെ കാര്യമൊക്കെ വിട്ടുകളാ. പിന്നെ ഈ ഓണത്തിനെ റെക്കോർഡ് സെയിൽ നടക്കുമെന്നാണ് ആദർശ് പറയുന്നത്. അവിടെയൊന്നും നിൻ്റെ ബ്രാഞ്ചുകൾ പിന്നിൽ പോകരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറയുമ്പം ഞാൻ അതൊക്കെ നോക്കിക്കോളാം വല്യമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി പോവുക, തടി ഊരാൻ നോക്കുക. പക്ഷെ ദേവയാനി വിടുന്നില്ല. എടാ, നോക്കുന്നതേ ജ്വല്ലറി ആയിരിക്കണം, അല്ലാണ്ട് നന്ദവനെ ആവരുത് കേട്ടോ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ചിരിയും ചിരിച്ച് നമ്മുടെ അനി അവിടെ നിന്ന് പോയി. അനി പറഞ്ഞതുപോലെ തന്നെ ജോഗിങ്ങിന് ചെല്ലുമ്പോൾ കൂട്ടുകാരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എടാ അവൾ വന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ലടാ, അവൾ റൂട്ട് മാറ്റിയെന്നാണ് തോന്നുന്നത് എന്ന് കൂട്ടുകാർ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും റൂട്ട് മാറ്റിയതല്ലേ എന്ന് അനി ചോദിക്കുക കൂട്ടുകാരോട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് തവണ അവളെ വിളിച്ചു, മെസ്സേജും അയച്ചു, എന്നിട്ട് എടുത്തില്ലെന്ന് മാത്രമല്ല മെസ്സേജിന് ഒരു മറുപടി പോലും തന്നതുമില്ല. ഇനി നിന്നെ അവൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണോടാ
ഏയ് ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഇനി അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ കൂട്ടുകാരിങ്ങനെ പറയണു. എത്ര ബ്ലോക്ക് ചെയ്താലും ശരി, അവളുടെ മനസ്സിനകത്ത് നീയുണ്ട്. അത് ശരിയാടാ, നീ അവളുടെ മനസ്സിൽ തുളച്ചു കയറിയിരിക്കുകയാണെന്ന് കൂട്ടുകാരൊക്കെ പറയുമ്പം എടാ എത്രയെന്ന് കരുതിയടാ പിന്നെ അവൾ പ്രതികരിക്കാതിരിക്കുന്നത്. ഞാൻ ഏതെല്ലാം വഴിയിലൂടെ അവളെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചതാ, എന്നിട്ട് മുഖം തരുന്നില്ല എന്ന് മാത്രമല്ല ആട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അനി പറയുമ്പം ഇതൊക്കെ തന്നെയാണല്ലോ ഇതിന് മുന്നേയും അവൾ ചെയ്തിട്ടുള്ളത് അല്ലേ അളിയ, ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു, നീ ആയിട്ടത് തൊലച്ചു, ഇനി എന്തായാലും അത് ഉണ്ടാവരുത് കേട്ടോ എന്നും പറഞ്ഞ് ഇവർ പറഞ്ഞു കൊടുക്കുന്നു. നീ ഇനി അത്യാവശ്യമായിട്ട് നല്ലൊരു ജിമ്മിൽ പോകണം, എന്നിട്ട് ശരീരവും മനസ്സും ഒക്കെ ഒന്ന് ബലപ്പെടുത്തി എടുക്കണമെന്നൊക്കെ രാകേഷൊക്കെ പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഒന്നിച്ച് പോകാം അളിയാന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് പോകാം, അതിന് മുൻപ് അവൾ വഴിക്ക് വരുമെന്ന് നോക്കട്ടെ എന്ന് ഇനി പറയുക. അങ്ങനെ അതും പറഞ്ഞ് ഇവർ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു വീട്ടിലിരുന്ന് ഇങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അനി എന്ത് വല്ല മെസ്സേജോ മറ്റോ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാം എന്നും പറഞ്ഞെടുത്ത് അനി പറഞ്ഞിരിക്കുന്ന വോയിസ് നോട്ടെല്ലാം എടുത്ത് കേൾക്കുക. മനഃപൂർവ്വം എൻ്റെ കോൾ എടുക്കാതിരിക്കുകയും അതുപോലെ മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുകയും ചെയ്താൽ ഞാനങ്ങ് അകന്നു പോകുമെന്നാണ് കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ അതങ്ങ് നടക്കില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി പറയുന്നു. നന്ദുവിന് ചിരി വരും കേട്ടോ. അപ്പോൾ നന്ദു ഇതെല്ലാം കേൾക്കുക. നീ അകലും തോറും എൻ്റെ ഹൃദയത്തിലേക്ക് നീ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അനി ഇങ്ങനെ വോയിസ് നോട്ട് അയച്ചിരിക്കുന്നത്. നന്ദു ഇതെല്ലാം കേട്ട് ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം പണ്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് കണ്ടത്, ഇവരുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയത് എല്ലാം നന്ദു അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നയന അവിടെ ഇരുന്ന് ചന്തമോൾ ഒരുക്കുക. ഇപ്പോൾ ചന്തമോൾ ഡ്രസ്സൊക്കെ മാറ്റി മോള് പോകാത്ത സ്ഥലത്തൊക്കെ മോളെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് വന്നിട്ട് ഉച്ചവരെ ഓഫീസിലിരുന്നാൽ മതി, എന്നിട്ട് നമുക്ക് മോളെയും കൊണ്ട് പുറത്തേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞത് കേട്ടോ, പുറത്തൊക്കെ പോയി നമുക്ക് ചുറ്റടിച്ചിട്ട് വരാം കേട്ടോ എന്ന് നയന ഇങ്ങനെ ചന്തമോളോട് പറയുമ്പോൾ പറഞ്ഞു ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക കുഞ്ഞെ. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് മോൾക്കൊന്ന് നയന ആദർശനോട് ചോദിക്കുമ്പോൾ മോളെ എല്ലാ ഡ്രസ്സിനും സുന്ദരിയല്ലേ, എന്നാലും നമുക്ക് ഓണത്തിന് പുതിയ ഉടുപ്പൊക്കെ എടുക്കണ്ടേ വേണ്ട എന്നൊക്കെ ആദർശ് ചോദിച്ചു. അപ്പോൾ വേണമെന്നും പറഞ്ഞു കുഞ്ഞിങ്ങനെ പറഞ്ഞ് മൂളിക്കൊണ്ടിരിക്കുക. അങ്ങനെ ദേ നയനയും കൊച്ചും കൂടി അവിടുന്ന് അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ആ കുറുക്കനെ കണ്ടു നമ്മുടെ നയന. അപ്പോൾ അഭി അങ്ങ് ഇവരെ കണ്ടിട്ട് കാണാത്ത മട്ടിലങ്ങ് പോകുമ്പോൾ നീ അവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. ചന്തുമോള് ഇപ്പോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാ, പക്ഷേ സത്യങ്ങളൊക്കെ നിനക്കറിയാലോ, പിന്നെന്തിനാ നീ മോളെ കാണുമ്പോൾ മുഖം തിരിച്ച് പോകുന്നേ എന്ന് നയന അഭിയോട് ചോദിച്ചു. അഭി ഒന്നും വേണ്ടാന്ന് നോക്കുക. ആരും കാണാതെയെങ്കിലും നിനക്ക് മോളെ സ്നേഹിക്കാം, ഒന്നെടുക്കാം, മടിയിലിരുത്തി ഒന്ന് കൊഞ്ചിക്കുകയെങ്കിലും ചെയ്യാം. അതൊന്നും നീ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഏട്ടത്തിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, അതൊന്നും നവ്യക്ക് ഇഷ്ടമല്ല എന്നുള്ളത് മനസാക്ഷി ഉണ്ടോടാ നിനക്ക്? കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയുന്നത് വരെ എന്തൊരു പ്രകടനമായിരുന്നടാ നിൻ്റെ എന്ന് നയന ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ നിലത്തേക്ക് നോക്കി നിൽക്കുക. സത്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അതെല്ലാം ഞങ്ങൾ മാറി നിന്ന് നോക്കി കാണുകയായിരുന്നു. അപ്പോഴും ഒരു കുറ്റബോധം ഇല്ലാതെയായിരുന്നു നിന്റെ പറച്ചിലും പ്രവൃത്തികളും ഒക്കെ. അവസാനം ചാനലിൽ വാർത്ത കൊടുത്തും ആദർശേട്ടനെ താറടിക്കാനായിട്ട് നീ നോക്കി. അത് പിന്നെ അനാമിക പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പം ആയിക്കോട്ടേടാ, അവൾ അങ്ങനെ പറഞ്ഞാൽ നീ ഉടനെ കയറി അതങ്ങ് ചെയ്യുമോ? നിനക്കതിനുള്ള മനസ്സുണ്ടാവുമോടാ എന്നൊക്കെ നയന ഇവനോട് ചോദിച്ചു. ചാനലിലൂടെ വാർത്ത വന്ന് ആദർശേട്ടൻ നാണം കെട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടോടാ നീ കരുതിയിരിക്കുന്നതെന്നൊക്കെ നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എങ്കിൽ അതേ ചാനലുകാരെ കൊണ്ട് തന്നെ നടന്ന സംഭവങ്ങളൊക്കെ പറയിപ്പിക്കാനേ ഞങ്ങൾക്ക് വല്ല പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പം സംഭവിച്ചത് സംഭവിച്ചു പോയിട്ടത് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ നിന്ന്. നീ എന്തായാലും മോളെ ഒന്ന് എടുക്കുക, എന്നിട്ട് മോളോട് സ്നേഹത്തോടെ വാക്ക് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അഭി കുഞ്ഞിനെ എടുക്കുക. അപ്പോൾ ദേ ഇനി മേലിൽ കുഞ്ഞിനെ കാണുമ്പോൾ നീ മുഖം തിരിച്ചു പോയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല പറഞ്ഞേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് നയന അഭിയെ പേടിപ്പിക്കുന്നത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. അഭിയുടെ ചീട്ട് കീറി. അപ്പോഴേക്കും കൊച്ചിനെ എടുത്ത് ഇങ്ങനെ അഭി കൊഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ജലജ അന്തം വിട്ട് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുക കേട്ടോ. ജലജയ്ക്ക് ഈ കാഴ്ച വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓടി ഇങ്ങ് വന്നു എടാ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോൾ അയ്യോ എന്നും പറഞ്ഞ് അഭി നിൽക്കാം. നിനക്ക് എന്താടാ പറ്റിയത്, നീ എന്തിനാ ഇവളെ എടുത്തത് എന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞല്ലേ അമ്മേ. ഓഹോ, ഏട്ടൻ്റെ കുഞ്ഞിനെ എപ്പോൾ മുതലാടാ നീ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് അമ്മ മോനോട് ചോദിച്ചു. അമ്മ ഇത് വലിയ സംഭവമാക്കാനൊന്നും പോകണ്ട, ആരോടും പറയാനും പോകണ്ട എന്ന് പറഞ്ഞു മകൻ. ഏട്ടൻ്റെ കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ മിക്കവാറും അയാൾ എന്നെ തരം താഴ്ത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അഭി കുഞ്ഞുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ജലജയ്ക്ക് മൊത്തത്തിൽ സംശയം, എന്തൊക്കെയോ നൂലാമാലകളുണ്ടെന്ന്. അതിനുശേഷം അഭി കുഞ്ഞുമായിട്ട് നേരെ സ്വന്തം മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ കുഞ്ഞാവേന്നും പറഞ്ഞുകൊണ്ട് ചന്തമോള് കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്നും അറിയാതെ നവ്യ അവിടെ നിന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. നീ ഇവിടെ വന്നിങ്ങനെ മൊബൈലിലും കുത്തിക്കൊണ്ടിരുന്നു എൻ്റെ നവ്യ. അവനുണ്ടല്ലോ അഭി, അവനും തുടങ്ങി ചന്തമോളോട് സ്നേഹമെന്ന് പറയുമ്പോഴേക്കും നവ്യ ഞെട്ടിത്തരിച്ച് ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു.
ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല നവ്യയ്ക്ക്. ദേ നോക്ക്, അവനും ഇപ്പം അവളെ കൊഞ്ചിക്കുകയൊക്കെയാണ്. ഞാൻ അവനെ വിമർശിച്ചപ്പോഴേ അവൻ പറയുക അതവൻ്റെ ഏട്ടൻ്റെ കുട്ടിയല്ലേന്ന്. അവൻ്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നവ്യ നേരം ജലജയോട് പറഞ്ഞു. നേരത്തെ അവളുടെ മുഖത്തേക്ക് പോലും നോക്കില്ലായിരുന്നു, അത്രയ്ക്ക് വെറുപ്പായിരുന്നു. ഇപ്പോൾ അവനെ ബ്രാഞ്ചിൽ വലിയ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അത് നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി അവന് എന്നും പറഞ്ഞ് നവ്യ പറയുമ്പോൾ അതുകൊണ്ട് ആദർശേട്ടനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞു. അങ്ങനെ എന്തോ അവൻ്റെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ, അല്ലെങ്കിൽ ഒരു കാരണവശാലും അവൻ ആ കൊച്ചിനോട് സ്നേഹം കാണിക്കത്തില്ലായിരുന്നു നവ്യ എന്നും പറഞ്ഞു ജലജ. അത് കണ്ടപ്പോൾ അവൻ്റെ കരണത്ത് അമ്മയ്ക്ക് അടിക്കായിരുന്നല്ലോ, എന്താ അമ്മ അത് ചെയ്യാതിരുന്നത്? ഈ വീട്ടിലുള്ള എല്ലാവരും ഇപ്പം ചന്തുമോളെന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. ഇനി അവനും കൂടി ആ വഴിക്ക് പോയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അമ്മയെന്നും പറഞ്ഞ് നവ്യ പറയുമ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് നിന്നോട് പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ജലജ. തിരുത്തേണ്ട സമയത്തെ ഭർത്താക്കന്മാരെ തിരുത്തുക തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ അവർ കൈവിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഇറക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പേരക്കുട്ടിയെക്കാളും സ്ഥാനം ചന്തുമോൾക്ക് കൊടുക്കുന്നതിൽ എനിക്ക് നല്ല അമർഷം ഉണ്ടെന്നും പറഞ്ഞ് ജലജ കിടന്ന് തുള്ളുവാണ്. അതിൻ്റെ കൂടെയാണിപ്പോൾ എൻ്റെ മോൻ തന്നെ അവളെ കൊഞ്ചിക്കുന്നത് ഞാൻ കാണേണ്ടി വരുന്നത്. ഇതത്ര നിസ്സാരമായിട്ടൊന്നും നീ എടുക്കരുത്. ഇന്നത്തോടെ അവൻ്റെ ഈ സ്വഭാവം ഇല്ലേ നീ തന്നെ നിർത്തിക്കൊള്ളണമെന്നും പറഞ്ഞുകൊണ്ട് ജലജ എരിവും പറഞ്ഞ് പുളിയും ചേർത്ത് പറഞ്ഞു കൊടുത്ത് നവ്യയെ വിടുക. ദേ നോക്ക്, തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റും എന്ന് കരുതി മനുഷ്യർ ഇത്രത്തോളം അധംപതിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകുന്നു. ജലജ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് അഭി കുഞ്ഞിൻ്റെ തലയൊക്കെ തലോടി കൊച്ചിനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ ഇതൊന്നും ചോദിച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ദേ വരുന്നു നവ്യ. അത് കണ്ടതും അബിയുടെ കിളി പറന്നുപോയി. അയ്യോ, പകുതി ജീവനിൽ അബി അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ആ കൊച്ചിനോടാണ് ഒച്ച വയ്ക്കുന്നത് നവ്യ. ഞാൻ പറഞ്ഞിട്ടില്ലേടി നീ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞ്. അപ്പോഴത്തേക്കും ചന്തുമോൾ അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല. അബി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മുറുക്കി പുറത്തു പൊടിയെന്നും പറഞ്ഞുകൊണ്ട് ചന്തുമോളെ വഴക്ക് പറയാ നവ്യ. നിനക്കെന്താടാ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പം ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ നവ്യ ചോദിക്കുമ്പം എന്നു മുതൽ ഇവള് നിനക്ക് കൊച്ചു കുഞ്ഞായതെന്ന് ചോദിച്ചു നവ്യ. പോകാനല്ലേ നിന്നോട് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അതിനെ അവിടെ നിന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഓടിച്ചു വിടുക നവ്യ. എൻ്റെ ഈ ശരാ മൊത്തം ഒന്ന് പ്രശ്നമാവുമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിൽക്കാം. അവളെ എടുത്തോണ്ടെന്നപ്പോൾ നീ നിന്റെ അമ്മയോട് എന്താടാ പറഞ്ഞതെന്ന് നവ്യ അന്നേരം അബിയോട് ചോദിച്ചു. എന്തൊക്കെയായാലും നിന്റെ ഏട്ടൻ്റെ കുഞ്ഞല്ലേന്നോ? അത് നീ എന്നോടും പറഞ്ഞതല്ലേന്ന് നവ്യ അന്നേരം ചോദിച്ചു. പിന്നെ നിന്റെ മാറ്റവേ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പം അത് കളന്നവ്യേ, മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവശതയിലല്ലേ, അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ വഴക്കൊഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അബി പറയുമ്പം നിനക്കേ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നവ്യ ഒച്ച വയ്ക്കുക. നീ എൻ്റെ ഭർത്താവാ, അങ്ങനെയുള്ള നിന്റെ ഏട്ടൻ്റെ മുന്നിൽ താഴുമ്പോൾ അതിലേറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനല്ലേന്ന് നവ്യ അഭിയോട് ചോദിക്കണം. നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇനി മേലല്ല കുഞ്ഞിനെ നിന്റെ കൈകൊണ്ട് നീ തൊട്ടു പോയേക്കരുതെന്ന് പറഞ്ഞു. നോക്കാം എന്ന് പറഞ്ഞപ്പോൾ നോക്കാമെന്നോ, തൊടരുതെന്ന് പറഞ്ഞാൽ തൊടരുത്. ശരി, നീ ഒന്ന് അടങ്ങു നവ്യേ എന്നും പറഞ്ഞുകൊണ്ട് അബി കിടന്ന് പറയണു. അതിനുശേഷം കുഞ്ഞുവാവെ എടുത്ത് താക്കിടൂ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പം വേണ്ട വേണ്ട, അവളെ തൊട്ട കുഞ്ഞിനെ കൈകൊണ്ടേ നീ എൻ്റെ കുഞ്ഞിനെ തൊടണ്ടാന്നും നിൻ്റെ ഏട്ടനോടുള്ള വെറുപ്പേ എനിക്ക് അവളോടും ഉണ്ടെന്ന കാര്യമൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് ഒരു പോക്ക് അവിടെ നിന്ന് പോയി. ഈ സമയത്ത് അബിയാണെങ്കിൽ പേടിച്ച് വരച്ച് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ അവിടെ ഇരുന്നെന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് ചന്തുമോൾ ആദർശിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചില്ല. അപ്പോൾ ആദർശ് ഓടി ചെന്നു, എന്താ പറ്റി എൻ്റെ മോക്ക്, എന്തിനാ മോള് കരയുന്നു, മോളിങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തുക കേട്ടോ. അപ്പോഴത്തേക്കും നയന വന്നു. എന്താ ആദർശേട്ടാ എന്തിനാ മോള് കരയണേന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, മോളൊന്നും പറഞ്ഞില്ല എന്ന് ആദർശ. അപ്പോഴേക്കും നവ്യ പറഞ്ഞിങ്ങ് വന്നു, പറ്റിയത് എന്താണെന്നേ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നയനയും ആദർശം ഇങ്ങനെ നോക്കുക. ഇവളെ എന്തിനാ അബിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതെന്ന് നവ്യ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ളതാ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുവരരുതെന്ന്, എന്നിട്ടിപ്പോൾ അബിയെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ 5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ് ഇത്, അതിനോട് ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് നയന ചോദിക്കുമ്പം അതിനോടല്ല അതിൻ്റെ അച്ഛനോടാണെന്ന് നവ്യ അന്നേരം പറഞ്ഞു. ആദർശ് അന്നേരം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അതിനെ അബിയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടിരിക്കുന്നു. എന്തിൻ്റെ കേടാടി നിനക്ക് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പം ഞങ്ങൾക്കാർക്കും ഒരു കേടുമില്ല, അവൻ കുഞ്ഞിനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അവൻ അറിയാമെന്നും പറഞ്ഞ് നമ്മുടെ നയന പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിനകത്ത് അറിയാനൊന്നുമില്ല, ഒരാൾ വലിയ തെറ്റ് ചെയ്തിട്ട് അബിയെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇനി അവൻ നോക്കുന്ന ബ്രാഞ്ചിൽ നിന്നും അവൻ ഒഴിവാക്കുമെന്നുള്ളൊരു പേടിയുണ്ട് അവന്, അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതൊക്കെ അവൻ കേൾക്കുന്നത് എന്ന് നവ്യ പറയുമ്പോൾ എന്നവൻ പറഞ്ഞു എന്ന് ചോദിച്ചു ആദർശ്. പറയേണ്ട കാര്യമില്ലല്ലോ, അതാണല്ലോ സത്യമെന്ന് നവ്യ. സത്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ചേച്ചി, പിന്നെ അതൊന്നും ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ സംസാരിച്ച ആളെ ഒഴിവാക്കുകയല്ല വേണ്ടതെന്ന് നവ്യ നയനയോട് അന്നേരം പറഞ്ഞു.
ഞാനും അബിയും കുഞ്ഞുമായി ശാന്തമായിട്ടാണ് ജീവിക്കുന്നതെന്നും അതിലിവിടെ പലർക്കും കണ്ണുകടിയുണ്ടെന്നും ആദർശനെ നോക്കി നയന പറയണു. അതുകൊണ്ട് നവ്യ പറയുമ്പം അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അബിയുടെ കയ്യിൽ മനഃപൂർവ്വം ഇവിടെ കൊടുത്തു വിട്ടതെന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയുടെ കാര്യം നോക്കി പോകാൻ നോക്കാൻ പറഞ്ഞു. ദേ ഈ വീടിൻ്റെ താളം തെറ്റാതിരിക്കാൻ ഞങ്ങൾ എന്തുമാത്രം ശ്രമിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് അറിയില്ല എന്ന് നയന പറയുമ്പോൾ പിന്നെ ശ്രമിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ താളം തെറ്റാൻ വേണ്ടി ആരും ചെയ്യാത്ത പ്രവൃത്തി ഒരാൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അവിടെയും നീ കൂടെ ഉള്ളത് കൊണ്ട് ആദർശേട്ടൻ ഇപ്പം രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ദേഷ്യം മുഴുവനും അബിയോട് കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്ന് വെച്ച് ഈ വീട്ടിലെ തല്ലുകൊള്ളി പണ്ടേ അബി ആയിരുന്നല്ലോ, ഇപ്പം ആ പേര് ഏതാണ്ട് മാറിയെന്നായപ്പോൾ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ അവൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും പറഞ്ഞ് നവ്യ കിടന്ന് ഷോ ഓഫ് കാണിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കാരണവശാലും ഇവൾ എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാരിയാകാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നയനയോടും ആദർശനോടും നവ്യ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതും പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പം ഈ കണക്കിന് പോയ ചേച്ചി നമ്മളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കുന്ന തോന്നുന്നേ എന്നും പറഞ്ഞ് നയന ആദർശനോട് ഇങ്ങനെ ഈ നവ്യ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു. ഒന്നും പറയണ്ട, പിന്നെ പറഞ്ഞാൽ അവളുടെ കരച്ചിൽ നമ്മൾ കാണേണ്ടി വരുമെന്ന് ആദർശ നേരം നയനയോടും പറഞ്ഞു. അവളില്ലാത്ത ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, പിന്നെ കോടതിയായി കേസായി വഴക്കായി, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നും പറഞ്ഞ് ആദർശ് നയനയോട് പറഞ്ഞു. ഇപ്പോൾ അവൻ്റെ തല താണല്ലോ, ഇനി നമ്മുടെ മുന്നിൽ അവൻ നെഞ്ചും വിരിച്ച് സംസാരിക്കില്ല. അവന് മൂക്കുകയറിട്ട് കഴിഞ്ഞു. നിൻ്റെ ചേച്ചി പറയുന്നതൊക്കെ നമുക്ക് സഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പോട്ടെ മോളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് നയന കൊച്ചിനെ സമാധാനിപ്പിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൊച്ചിനെ സമാധാനിപ്പിച്ച് അവിടെ ഇരിക്കുന്നിടത്ത് അന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.